വിശദമായ വാർത്തകളിലേക്കാണ്. സമരം കടുപ്പിച്ചിരിക്കുകയാണ് ആശാപ്രവർത്തകർ. സെക്രട്ടേറിയറ്റ് ഉപരോധിച്ചുള്ള പ്രതിഷേധത്തിന് പിന്നാലെ മൂന്നാം ഘട്ട സമര പ്രഖ്യാപനം നടത്തി സമരസമിതി. 20-ാം തീയതി മുതൽ അനിശ്ചിതകാല നിരാഹാര സമരത്തിലേക്ക് നീങ്ങാനാണ് ആശാപ്രവർത്തകരുടെ തീരുമാനം. അതിനിടയിൽ ഓണറേറിയത്തിലെ നിബന്ധനകൾ പിൻവലിച്ച് സർക്കാർ ഉത്തരവ് പുറപ്പെടുവിച്ചു. വിവരങ്ങളുമായി സൂര്യഗായത്രിയാണ് ചേരുന്നത്. സൂര്യ, ഈ ഒരു ഓണറേറിയത്തിലെ നിബന്ധനകൾ പിൻവലിക്കുക എന്നുള്ളതല്ല ആശാപ്രവർത്തകരുടെ ആവശ്യം എന്ന് പറയുന്നത്. അവരുടെ ആവശ്യം ഓണറേറിയം വർദ്ധിപ്പിക്കുക, വിരമിക്കൽ ആനുകൂല്യം നൽകുക എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ സമരം കൂടുതൽ കടുക്കും എന്ന് തന്നെ നമുക്ക് ഉറപ്പിച്ച് പറയാൻ സാധിക്കും, അല്ലേ? സെക്രട്ടേറിയറ്റിന്റെ നോർത്ത് ഗേറ്റും MG റോഡും ഉപരോധിച്ചുകൊണ്ടുള്ള ആശമാരുടെ സമരം അതിപ്പോഴും തുടരുന്ന കാഴ്ചയാണ് നമ്മൾ ഈ കാണുന്നത്. ഈ പൊരി വെയിലത്തും ഈ നടു റോഡിൽ ഇരുന്നു കൊണ്ട് തങ്ങളുടെ ആവശ്യങ്ങൾ സർക്കാർ അംഗീകരിക്കണമെന്ന മുദ്രാവാക്യം മുഴക്കിക്കൊണ്ടാണ് ആശമാർ സമരം നടത്തുന്നത്. ഇതിനിടയിൽ തന്നെ 7 ആശമാരെ തളർന്ന് വീണതിനെ തുടർന്ന് ആശുപത്രിയിലേക്ക് മാറ്റുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. തുടക്കത്തിൽ 4 പ്രധാന ആവശ്യങ്ങളാണ് ആശമാർ സമരവുമായി ബന്ധപ്പെട്ട് ഉയർത്തിയിട്ടുണ്ടായിരുന്നത്. അതിൽ 2 ആവശ്യങ്ങൾ ഈ സമരത്തിന് ഇടയിൽ തന്നെ സർക്കാർ അംഗീകരിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. അതിൽ ഈ ഉപരോധ സമരം നടത്തുന്നതിന് ഇടയിലാണ് ഓണറേറിയത്തിലെ നിബന്ധനകൾ പ്രഖ്യാപിച്ചുകൊണ്ടുള്ള സർക്കാർ ഉത്തരവ് കൂടി പുറത്തു വരുന്നത്. അതുകൊണ്ട് തന്നെ സമരം ഇനിയും തുടരുന്ന സാഹചര്യത്തിൽ തങ്ങൾ ഉന്നയിക്കുന്ന പ്രധാന 2 ആവശ്യങ്ങൾ കൂടി സർക്കാർ അംഗീകരിക്കും എന്നുള്ള പ്രതീക്ഷ കൈവിടാതെ തന്നെയാണ് അവർ ഈ സമരം നടത്തുന്നത് എന്നുള്ളതാണ്. ഈർക്കിൽ സംഘടനയുടെ നേതൃത്വത്തിലാണ് സമരം നടത്തുന്നത് എന്നുള്ള ആക്ഷേപ പരാമർശങ്ങളെ ഉൾപ്പെടെ തള്ളിക്കൊണ്ടാണ് ഈ ആയിരക്കണക്കിന് വരുന്ന ആശമാർ സെക്രട്ടേറിയറ്റിന് മുന്നിൽ ഉപരോധ സമരം നടത്തുന്നത്. ഇനിയും വിരമിക്കൽ ആനുകൂല്യമായിട്ട് 5 ലക്ഷം രൂപ പ്രഖ്യാപിക്കുക, അതുപോലെ തന്നെ ഓണറേറിയം വർദ്ധിപ്പിക്കുക, ചെയ്യുന്ന ജോലിക്ക് അനുസൃതമായ കൂലിയല്ല തങ്ങൾക്ക് ലഭിക്കുന്നത് എന്നുള്ള പരാതിയാണ് ആശമാർ തുടക്കത്തിൽ തന്നെ പറയുന്നത്. അതിന്റെ അടിസ്ഥാനത്തിലാണ് ഈ പ്രതിഷേധം ശക്തമാക്കാനും അവർ തീരുമാനിച്ചിരിക്കുന്നത് എന്നുള്ളതാണ്. ചേച്ചി, ഉപരോധ സമരം എത്ര മണിവരെ കൊണ്ടുപോകാനാണ് തീരുമാനിച്ചത്? 6 മണി എന്നാണ് ആദ്യം നേതാക്കന്മാർ പറഞ്ഞിരുന്നത്. അതുവരെ മുന്നോട്ട് കൊണ്ടുപോകാനാണ് തീരുമാനിച്ചിരുന്നത്. പക്ഷെ ഇതുവരെ ഒരു തീരുമാനം ആകാത്ത സ്ഥിതിക്കാണ് ഞങ്ങൾ റോഡ് ഉപരോധം തുടങ്ങിയത്. ഇതിനിടയിൽ തന്നെ നിങ്ങളിൽ പലരും തളർന്നു വീണ് കഴിഞ്ഞു. ഈ കൊടും ഇത് റോഡെല്ലാം ചൂട് പിടിച്ച് നിൽക്കുന്നു. ഈ റോഡിന്റെ താഴെ നിന്നുള്ള ചൂടും മേളിൽ നിന്നുള്ള ചൂടും സമയത്ത് ഭക്ഷണം കഴിക്കാഴിക എല്ലാവരും കൊണ്ട്, പിന്നെ BP കുറഞ്ഞും കൂടിയൊക്കെ നിൽക്കുന്നവരും മരുന്ന് സമയത്തിന് കഴിക്കാൻ പറ്റാത്തവരുമായിട്ടൊക്കെ ഉള്ളവരൊക്കെയാണ് ഈ കുഴഞ്ഞു വീണത്. ഈ കുഴഞ്ഞു വീഴുന്നത് ആരെങ്കിലും ഒരാൾ മരിച്ച് വീണാലെങ്കിലും ഇവരുടെ കണ്ണു തുറക്കുമെന്നുള്ളതാണ് ഞങ്ങളുടെ ഒരു വിശ്വാസം. നിങ്ങളോട് കാണിക്കുന്ന ഈ അവഗണനയോട് എന്ത് മറുപടിയാണ് നിങ്ങൾക്ക് പറയാൻ? അവര് ഇതൊരു ദുർവാശിയാണ്, പിടിവാശി വെച്ചോണ്ടിരിക്കുവാണ്. അതൊരു സാധാരണ പിടിവാശിയല്ല, ഒരു ദുർവാശിയായിട്ടാണ് ഞങ്ങൾക്ക് തോന്നുന്നത്. ഈ ദുർവാശി അവസാനിപ്പിച്ചാലേ പറ്റുള്ളൂ. ഇത് ഇവർക്ക് തന്നെ വിനയായി തീരും. ഇവരിത് അവസാനിപ്പിച്ചില്ലെങ്കിൽ തീർച്ചയായും ഇവർക്ക് ഇത് വിനയായി തീരും. ഇവരിതിന് കടുത്ത നിരാശ ഇവർക്കുണ്ടാവും, അത് തീർച്ചയാണ്. ഉപരോധ സമരം നടക്കുന്നതിനൊപ്പം തന്നെ 3ാം ഘട്ട സമര പ്രഖ്യാപനവും ഈ വേദിയിൽ വെച്ച് തന്നെയാണ് ആശമാർ നടത്തിയിട്ടുണ്ടായിരുന്നത്. വരുന്ന വ്യാഴാഴ്ച അനിശ്ചിതകാല നിരാഹാര സമരത്തിലേക്ക് സംസ്ഥാനത്തെ ആരോഗ്യ പ്രവർത്തകരായിട്ടുള്ള ആശമാർ കടക്കുന്നു എന്നുള്ളത് തന്നെയാണ്. ചേച്ചി, 3ാം ഘട്ട ഇതിൽ തന്നെ കുറച്ചുപേരെ തളർന്നു വീണവരെ ആശുപത്രിയിലേക്ക് കൊണ്ടുപോകുന്ന സാഹചര്യമുണ്ട്. കാരണം രാവിലെ മുതൽ തന്നെ തുടങ്ങിയ ഒരു ഉപരോധ സമരമാണ്. കൊടും ചൂടത്ത് ഈ റോഡിൽ ഇരുന്നു കൊണ്ടാണ് ഇവർ ഈ ഉപരോധ സമരം നടത്തുന്നത്. അതിനനുസരിച്ചുള്ള ആരോഗ്യ പ്രശ്നങ്ങൾ അവർക്ക് ഉണ്ട് എന്നുള്ളതാണ്. നമ്മുടെ സംസ്ഥാനത്തിന്റെ ആരോഗ്യം സംരക്ഷിക്കുന്ന ആരോഗ്യ പ്രവർത്തകർ കൂടിയാണ് ഈ അവസ്ഥയിൽ, ഈ തളർന്നു വീണ് കിടക്കുന്ന അവസ്ഥയിൽ സെക്രട്ടേറിയറ്റിന് മുന്നിൽ കിടക്കുന്നത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇനിയും ഉന്നയിക്കുന്നത് അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ചെയ്യുന്ന ജോലിക്ക് അനുസൃതമായ ഒരു കൂലി വർധനവെങ്കിലും ഇവർക്ക് പ്രഖ്യാപിക്കണം. ഈ സമരത്തിനിടയിൽ ഇതിപ്പോൾ 1 മാസം പിന്നിട്ട് 36ാമത്തെ ദിവസത്തിൽ എത്തി നിൽക്കുമ്പോൾ പോലും സർക്കാർ അതിന് ഒരു മറുപടി നൽകുന്നില്ല എന്നുള്ളത് തന്നെയാണ് ഏറ്റവും വലിയ പരാതിയായിട്ട് അവർ ഉന്നയിക്കുന്നത് എന്നുള്ളതാണ്. തങ്ങളുടെ ആരോഗ്യ പ്രശ്നങ്ങളൊക്കെ മാറ്റിവെച്ചുകൊണ്ടാണ് ഇത്തരത്തിലൊരു സമരം ഇവർ നടത്തുന്നത്. ചേച്ചി, തളർന്നോ? ഞങ്ങൾ ഇതിലൊന്നും തളരില്ല. കാരണം 36ാമത്തെ ദിവസമാണ്. 18 വർഷമായി ഞങ്ങൾ അധ്വാനിക്കുന്ന ജനതയാണത്. ഞാനൊരു 24 വർഷം കൊണ്ട് വാടക വീട്ടിൽ താമസിക്കുന്ന വ്യക്തിയാണ്. സത്യം പറഞ്ഞാൽ കടക്കാരെ കൊണ്ടിരിക്കാൻ നിവർത്തിയില്ലാത്തൊരവസ്ഥയാണ്. ഇന്ന് 36 ദിവസം കൊണ്ട് ഈ സമരപന്തലിലുണ്ട്. ഈ ഒരു ആക്സിഡന്റ്, ഒരു അപകടം പറ്റിയിട്ട് പോലും എനിക്ക് വേണമെങ്കിൽ ലീവ് എടുത്ത് വീട്ടിലിരിക്കാം. ഇത് എന്റെ അവകാശ സമരമാണ്. ഞാൻ ഇവിടെ മരിച്ചു വീണാലും ശരി ഈ സമരത്തിൽ നിന്ന് പിന്നോട്ടില്ല. 20-ാം തീയതി മുതൽ നിരാഹാര സത്യാഗ്രഹമാണ്. ഞാനും അതിലുണ്ടാവും 100%. പിന്നെ വേറൊന്നുകൂടെ എനിക്ക് പറയാനുണ്ട്. തൊഴിലാളി വർഗത്തിന്റെ പേരിൽ അമർന്നിരിക്കുന്ന ഭരണകൂടത്തിന്റെ ശവപ്പെട്ടിയുടെ
ഇന്നലെ വാതുറക്കാത്ത ദൈവം വാതുറന്ന് പറഞ്ഞു ഞങ്ങളൊന്നും ഒന്നുമല്ലെന്ന്. സമരമുഖങ്ങളിലൂടെ വന്നൊരു പ്രസ്ഥാനത്തിന്റെ തലപ്പത്തിരിക്കുന്ന ഒരു വ്യക്തിയാണ് ഇത് പറഞ്ഞതെന്ന് ഓർക്കുക. ലജ്ജിച്ച് പൊതുജനം തല താഴ്ത്തും. കാരണം ഈ പാർട്ടിയുടെ കൊടി പിടിച്ച് നടന്നവർ തന്നെ ഈ മുഖ്യമന്ത്രിയുടെ പേരിൽ ലജ്ജിച്ച് തല താഴ്ത്തും. ഇനി ഒരു ഭരണമോ ഇനിയൊരു ഈ പ്രസ്ഥാനമോ ഈ പ്രസ്ഥാനത്തെ കൊന്നു കുഴിച്ചു മൂടി കഴിഞ്ഞു പിണറായി സർക്കാർ 100%. ഇനി ഒരു ഉയർത്തെഴുന്നേൽപ്പ് ഉണ്ടാകില്ല. ഞാനൊരു കറകളഞ്ഞ കമ്മ്യൂണിസ്റ്റുകാരിയാണ്. ബുദ്ധി ഉറക്കാത്ത കാലം മുതൽ ചെങ്കൊടി പിടിച്ചൊരു വ്യക്തിയാണ് ഞാൻ. സ്ത്രീകളുടെ മേൽ ഈ അധിക്ഷേപം, ഈർക്കിലി പാർട്ടികളെന്നും കൃമികീടങ്ങളെന്നും പറഞ്ഞ് ഈ സ്ത്രീകളെ അപമാനിച്ചിട്ട് ഈ കൃമികീടങ്ങളെ തടഞ്ഞു നിർത്തുന്നതിന് വേണ്ടിയിട്ട് ഈ തിരുവനന്തപുരത്ത് ഇന്ന് എന്തിന് ഇത്രയും ബറ്റാലിയൻ പോലീസിനെ ഇറക്കിയത് എന്തിനാ? അപ്പൊ ഈ സ്ത്രീകളെ ഭയന്നിട്ട് തന്നെയല്ലേ ചെയ്തത്? ഭയമുണ്ട്. പക്ഷെ അപമാനം കൊണ്ട് പുറത്ത് തോൽവി സമ്മതിച്ചു തരാൻ മനസ്സില്ലാത്തൊരു സർക്കാരാണ്. കാരണം ഒരു സമാധാനത്തിന്റെ പാതയിൽ വന്ന് സംസാരിക്കാൻ, സംഭവിച്ചു പോയതിനെ കുറിച്ച് അതിനെക്കുറിച്ചൊന്ന് സംസാരിക്കാൻ മനസാക്ഷിയില്ലാത്ത ഈ മനുഷ്യവർഗത്തിന് മൊത്തം അപമാനമാണ് ഈ സർക്കാർ. ആവശ്യങ്ങൾ അംഗീകരിക്കുന്നത് വരെ തളരാതെ പോരാ. തടർന്ന് വീഴുകയല്ല, മരിച്ചു വീണാലും മാറില്ല. അതന്നെയാണ് അവർ കൃത്യമായിട്ട് നിലപാട് പ്രഖ്യാപിച്ചു കഴിഞ്ഞിട്ടുണ്ട് എന്നുള്ളതാണ്. ഏതൊക്കെയോ സംഘടനകൾ, ഈർക്കിൽ സംഘടനകൾ ചേർന്ന് നടത്തുന്ന സമരമാണ് ഇവരുടേത് എന്നുള്ള ആക്ഷേപങ്ങളാണ് CPIM-ഉം അതുപോലെ തന്നെ സർക്കാരും ഇവരുടെ സമരം തുടങ്ങി അന്നു മുതൽ തന്നെ നടത്തുന്നത്. സംസ്ഥാനത്തെ മൊത്തം ആശാവർക്കർമാരിൽ കേവലം കുറച്ചുപേർ മാത്രമാണ് ഇത്തരത്തിലുള്ള ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ട് സെക്രട്ടേറിയറ്റിന് മുന്നിൽ സമരം നടത്തുന്നത് എന്നുള്ളതായിരുന്നു സർക്കാർ ആവർത്തിച്ച് പറഞ്ഞുകൊണ്ടിരുന്നത്, ആരോഗ്യവകുപ്പ് ആവർത്തിച്ച് പറഞ്ഞുകൊണ്ടിരുന്നത്. പക്ഷേ ഈ കഴിഞ്ഞ ഇപ്പോൾ നമ്മളോട് പ്രതികരിച്ച ആശ ചേച്ചത് ഈ പാർട്ടിയിലെ സർക്കാർ ഭരിക്കുന്ന പാർട്ടിയിലെ തന്നെ അംഗമാണ് എന്നുള്ളതാണ്. അവർ കുറേ വർഷങ്ങളായിട്ട് അനുഭവിച്ചു വന്ന ദുരിതത്തിനൊടുവിലാണ് പ്രത്യക്ഷ സമരത്തിലേക്ക് കടക്കാൻ തീരുമാനിച്ചിട്ടുണ്ടായിരുന്നത്. ആ പ്രത്യക്ഷ സമരം തുടങ്ങി 36ാമത്തെ ദിവസത്തിനുള്ളിൽ തന്നെ അവർ മഹാസംഗമം നടത്തിയിട്ടുണ്ടായിരുന്നു. സെക്രട്ടേറിയറ്റിൽ സമരം തുടരുന്നതിനൊപ്പം തന്നെ സഭ തുടങ്ങിയ സമയത്ത് നിയമസഭയിലേക്ക് അടക്കം മാർച്ച് നടത്തിയിട്ടുണ്ടായിരുന്നു. വനിതാ ദിനത്തിൽ യാതൊരുവിധ ആഘോഷവുമില്ലാതെ ഒരു കൂട്ടം സ്ത്രീകൾ സെക്രട്ടേറിയറ്റിന് മുന്നിൽ അണിനിരക്കുന്നത്, അവരുടെ ആവശ്യങ്ങൾ നേടിയെടുക്കുന്നതിന് വേണ്ടി അണിനിരക്കുന്ന കാഴ്ച നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നതാണ്. ഈ സംസ്ഥാനത്തിന് പുറത്തുള്ള എല്ലാ സ്ത്രീകളും ആറ്റുകാൽ പൊങ്കാല ആഘോഷിക്കുന്ന സമയത്തും പ്രതിഷേധ പൊങ്കാല ഇട്ട് സെക്രട്ടേറിയറ്റിന് മുന്നിൽ അണിനിരക്കുന്ന സ്ത്രീകളെ നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നതാണ് എന്നുള്ളതാണ്. പക്ഷേ ഈ കാഴ്ചകളൊന്നും സർക്കാരിന്റെ കൺമുന്നിൽ എത്തുന്നില്ല, അല്ലെങ്കിൽ സർക്കാർ മുഖം തിരിച്ചു നിൽക്കുന്ന സമീപനമാണ് ആശാവർക്കർക്കും നേരെ സ്വീകരിക്കുന്നത് എന്നുള്ളതാണ് ഏറ്റവും പരിതാപകരമായിട്ടുള്ള ഒരു അവസ്ഥ. എന്തായാലും ഉപരോധ സമരം കൊണ്ട് അവസാനിപ്പിച്ചു പോകാൻ അവർ തയ്യാറല്ല എന്നുള്ളത് തന്നെയാണ്. ഇനിയും അവർ ഉന്നയിക്കുന്ന ആവശ്യങ്ങളിൽ 2 അടിസ്ഥാന ആവശ്യങ്ങൾ കൂടിയുണ്ട്. ആ ആവശ്യങ്ങൾ കൂടി സർക്കാർ പൂർണ്ണമായിട്ടും പരിഗണനയിലേക്ക് എടുക്കുന്നത് വരെ സമരം അതിശക്തമായിട്ട് തുടരാൻ തന്നെയാണ് ആശമാർ തീരുമാനിച്ചിരിക്കുന്നത്. വ്യാഴാഴ്ചയാണ് ആശമാർ അനിശ്ചിതകാല നിരാഹാര സമരത്തിലേക്ക് കടക്കുന്നത്. ഈ 36 ദിവസമായിട്ട് സമരം ചെയ്യുന്ന സെക്രട്ടേറിയറ്റിന് മുന്നിൽ തന്നെയാണ് അവർ നിരാഹാര സമരം നടത്തുന്നത്. 3 ആശമാർ ആയിരിക്കും നിരാഹാര സമരം നടത്തുന്നത്. പക്ഷേ അവർക്ക് വേണ്ട എല്ലാവിധ പിന്തുണയുമേകി ഈ ആയിരക്കണക്കിന് വരുന്ന ആശമാരും അവർക്ക് പിന്നിൽ തന്നെ അണിനിരക്കുമെന്ന കാര്യവും വ്യക്തമാക്കിയിട്ടുണ്ട്. ഇത് ഒരു കൂട്ടം സ്ത്രീ തൊഴിലാളികളുടെ നിലനിൽപ്പിന്റെ സമരമാണ് എന്നതുകൂടിയാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അവർക്ക് ഇനി കൂലി വർധനവ് ഉണ്ടാവാതെ, അതുപോലെ തന്നെ വിരമിക്കൽ ആനുകൂല്യമായിട്ട് 5 ലക്ഷം രൂപ പ്രഖ്യാപിക്കാതെ ഇനി മുന്നോട്ട് പോകാൻ കഴിയില്ല എന്നുള്ളത് തന്നെയാണ്. അവർ അവരുടെ കഷ്ടതയുടെ ഏറ്റവും പാരമ്യത്തിലെത്തിയ സാഹചര്യത്തിൽ കൂടിയാണ് ഈ സമര പ്രഖ്യാപനം നടത്തിയതും ഏറ്റവും ശക്തമായിട്ട് ആ സമരം തുടർന്നു പോവുകയും ചെയ്യുന്നത്. എന്തായാലും ആശമാരുടെ സമരം ഇതുകൊണ്ട് അവസാനിക്കുന്നില്ല. അവർ 3ാം ഘട്ട സമരഘട്ടത്തിലേക്ക് കടക്കുകയാണ്. കാളിദാസ്. ശരി സൂര്യ, ആശാമാരുടെ പ്രതികരണങ്ങളിൽ നിന്ന് തന്നെ വ്യക്തമാണ് എത്രത്തോളം ആത്മരോഷം ഈ ഒരു സർക്കാർ അവഗണനയ്ക്കെതിരെ അവരുടെ ഉള്ളിലുണ്ട് എന്നുള്ളത്. എന്തായാലും 3ാം ഘട്ട സമരപ്രഖ്യാപനം കൂടി അവർ നടത്തിയിരിക്കുന്നു. 20-ാം തീയതി മുതൽ അനിശ്ചിതകാല നിരാഹാര സമരത്തിലേക്ക് നീങ്ങുകയാണ് ആശാപ്രവർത്തകർ. സൂര്യഗായത്രിയാണ് വിശദാംശങ്ങൾ നൽകിയത്. ആർക്കും തടുക്കാനാകാത്ത സ്ത്രീ ശക്തി എന്ന് തെളിയിക്കുന്നതാണ് ആശാമാരുടെ സമരമെന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശൻ. സ്ത്രീ ശക്തി ഭരണപക്ഷത്തെ പിടിച്ചുകുലുക്കിയ അപൂർവ ദിവസമാണിന്ന്. സമരം ചെയ്യുന്നത് ശരിയല്ല എന്ന് പറയുന്നത് ഒരു കമ്മ്യൂണിസ്റ്റിന് ചേർന്നതല്ലെന്നും മുഖ്യമന്ത്രിക്ക് മുതലാളിത്ത വർഗ കാഴ്ചപ്പാടാണെന്നും VD സതീശൻ പറഞ്ഞു. ആർക്കും തടുത്തു നിർത്താൻ കഴിയാത്തതാണ് സ്ത്രീ ശക്തി എന്നാണ് നിങ്ങൾ ഈ സമരത്തിലൂടെ ഇന്ന് തെളിയിക്കുന്നത്. സ്ത്രീ ശക്തി ഭരണകൂടത്തെ പിടിച്ചു കുലുക്കിയ
അപൂർവമായൊരു ദിവസം കൂടിയാണ് ഇന്ന് എന്ന പ്രത്യേകത കൂടി ഈ ദിവസത്തിനുണ്ട്. ന്യായമായ കാര്യമാണ് നിങ്ങൾ ആവശ്യപ്പെട്ടിരിക്കുന്നത്. ഞാൻ മുഖ്യമന്ത്രിയോട് നിയമസഭയിൽ വെച്ച് പറഞ്ഞു, അദ്ദേഹത്തോട് ഫോണിൽ പറഞ്ഞു, ഇനി ഞാൻ അദ്ദേഹത്തെ നേരിൽ കണ്ടു പറയും. മുഖ്യമന്ത്രി അത് ചെയ്താൽ ഞാൻ ആദ്യം മുഖ്യമന്ത്രിയെ അഭിനന്ദിക്കും. പ്രതിപക്ഷ നേതാവ് നിങ്ങളെ വിളിച്ച് സംസാരിച്ച് നിങ്ങളുടെ വിഷയം തീർത്താൽ കേരളത്തിൽ അദ്ദേഹത്തെ അഭിനന്ദിക്കുന്ന ആദ്യത്തെ ആള് ഞാനായിരിക്കും എന്ന് ഞാൻ വാക്ക് തരുന്നു. ഇന്നലെ മുഖ്യമന്ത്രി പറഞ്ഞത് സമരം ചെയ്തിട്ടല്ല കാര്യങ്ങൾ നേടിയെടുക്കുന്നത്. ഒരു കമ്മ്യൂണിസ്റ്റ് മുഖ്യമന്ത്രി എന്ന് പറയാൻ പാടില്ല. ആശമാരോടുള്ള അവഗണന കേരളത്തിന്റെ മുഖ്യമന്ത്രി അവസാനിപ്പിച്ചില്ലെങ്കിൽ സമരം അതിരൂക്ഷമായി മുന്നോട്ടു പോകുമെന്ന് മുൻ പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല. ആശാമാർക്ക് കേരളത്തിലെ ജനങ്ങളുടെ പിന്തുണയുണ്ട്. ആശാമാരുടെ വേദന മനസ്സിലാക്കി ഒരു ചർച്ചയ്ക്ക് വിളിക്കാനുള്ള സാമാന്യ മര്യാദ മുഖ്യമന്ത്രി കാണിക്കുന്നില്ലെന്നും ചെന്നിത്തല പറഞ്ഞു.